നിങ്ങളിപ്പോൾ 19 മണ്ഡലങ്ങളിൽ കേരളത്തിൽ മത്സരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളെ ഒരു സ്ഥാനാർത്ഥിയെ കാണും എന്ന് വിചാരിച്ചു. നിങ്ങൾ മത്സരിച്ചില്ല. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു MLA ആകാനോ മന്ത്രിയാകാനോ മുഖ്യമന്ത്രിയാകാനോ ഒന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ അതിൽ അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണത്. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ആഗ്രഹിച്ച ആളല്ല. പിന്നെ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യവസായമാണ്. അത് വിട്ടിട്ട് പോകാൻ എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ അതേ സമയത്ത് വ്യവസായം നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ നാടിനെ നന്നാക്കണം. ഇത് രാഷ്ട്രീയക്കാർ അവരുടെ ചുമതല ചെയ്തിരുന്നു. ഏത് മുന്നിൽ നിൽക്കും, വ്യവസായിയോ പൊതുപ്രവർത്തകനോ? ഞാനിപ്പോ എന്നെ ആലോചിക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെയാണ് എന്നെ സംബന്ധിച്ച്. ഞാനിപ്പോൾ അത് മാത്രമല്ല, എൻ്റെ കുടുംബവും നോക്കേണ്ട കാര്യമുണ്ട്. ഇത് മൂന്നിനും ഒരേ പ്രയോറിറ്റി കൊടുത്ത് കുടുംബത്തെയും രാഷ്ട്രീയത്തെയും വ്യവസായത്തെയും ഒരേപോലെ ഒരേ പ്രയോറിറ്റിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്, ചില ഇക്വേഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന, താങ്കളിപ്പം അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്ന മുണ്ടെടുത്ത മോദി എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ചില സ്വഭാവ സാമ്യങ്ങളുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് വാത്സല്യങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ കേസുകൾ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരിഗണന കിട്ടിയിട്ടുണ്ട്. ED പോലുള്ള ഏജൻസികൾ വന്നപ്പോഴൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. അപ്പം നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു വാത്സല്യം കേരള മുഖ്യമന്ത്രിയോടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് ശുദ്ധ അസംബന്ധമാണത്. കാരണം ഒരിക്കലും നരേന്ദ്രമോദിജി എവിടെ കിടക്കുന്നു, പിണറായി വിജയൻ എവിടെ കിടക്കുന്നു? കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന, ലോകത്തിൽ ഇന്ത്യയിലല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണത്. പിണറായി വിജയൻ എവിടെ കിടക്കുന്നു? അപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത് കുറച്ച് കാണാൻ പറ്റില്ല. അത് കുറച്ച് കാണുന്നില്ല. ഞാൻ പറയുന്നത് ഇവർ തമ്മിൽ കമ്പാരിസൺ പാടില്ല എന്നാണ് പറയുന്നത്. ആനയെ ആടും പോലെ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഈ നരേന്ദ്രമോദി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും ഒരു നിയമം വിട്ടിട്ട്, നീതി വിട്ടിട്ട് ഒരിക്കലും പെരുമാറുന്ന ഒരാളല്ല. അപ്പോൾ ഒരു കാരണവശാലും 1% പോലും ഈ കാര്യത്തിലൊരു വാസ്തവമില്ല എന്നുള്ളതാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോവും. അതിന് പിണറായി വിജയനോടൊന്നല്ല, ഒരു രാഷ്ട്രീയ നേതാക്കളോടും, ഇനിയിപ്പോൾ BJP തന്നെയുള്ള നേതാക്കന്മാരായാലും അവർ തെറ്റ് ചെയ്താൽ അതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് അനുവദിക്കാത്ത ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിയാണ്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ വിമർശനം ഉയർന്നു. എനിക്കൊന്ന് ആ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് സാബു ജാക്കബ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, പിണറായി വിജയൻ? അതിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ കൂട്ടിയിണക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഇത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണോ? അപ്പോൾ യാതൊരു സംശയവുമില്ല. അല്ല, നമ്മളെ ഒരിക്കലും ഒരാളുടെ കൂടെ വിശ്വസിച്ച് കൂടെ നിന്നിട്ട്, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ച് കൂടെ നിന്നിട്ട് അവരെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അത് രാഷ്ട്രീയപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഉപയോഗിക്കാൻ പാടില്ല. അൺലെസ് അവര് അതൊരു ശരിയായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അച്ഛനും പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇനി അൺലെസ് അവർ എന്നെ ആക്രമിച്ച്, അതായത് എന്നെ ഇല്ലാതാക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തോളം കാലം നിങ്ങളൊന്നും പുറത്ത് പറയില്ലെന്ന്. ഇപ്പൊ പിണറായി വിജയൻ ഒരിക്കലും ഇതുവരെ എന്നെ നേരിട്ട് അദ്ദേഹം ആക്രമിച്ചിട്ടില്ല. അതൊരു വാത്സല്യമാണെങ്കിലോ? അതെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ 5 വർഷം കൂടെ നടന്നു, എന്ത് ചെയ്തു എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം വിട്ടിട്ട് മറ്റാരോടും ഒരു വ്യക്തിബന്ധങ്ങളോ അങ്ങനെ ഒരു സ്നേഹമോ ഒന്നും ഉള്ളൊരു മനുഷ്യനല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.